കരുവാറ്റ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മുഖ്യപ്രതിയായ 13-കാരിക്ക് CWCയുടെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് ആരംഭിച്ചു. കൊല്ലപ്പെട്ട ശിവൻകുട്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും കൗൺസിലിംഗിൽ കുട്ടി പറഞ്ഞില്ല എന്നത് ശ്രദ്ധേയമായി മാറി. മുത്തച്ഛൻ ബാഡ് ടച്ച് ചെയ്തുവെന്നായിരുന്നു കുട്ടി പോലീസിനോട് ആദ്യം പറഞ്ഞത്. തന്നോട് മോശം പെരുമാറ്റം നടത്തിയ വിവരം അച്ഛൻ അറിഞ്ഞാൽ മുത്തച്ഛനെ കൊലപ്പെടുത്തും എന്നായിരുന്നു പോലീസിനോട് പിടിക്കപ്പെട്ട വേളയിൽ പെൺകുട്ടി തുറന്നു പറഞ്ഞത്. ശരണ്യുണ്ട് വിശദാംശങ്ങളുമായി. ശരണ്യ, കൗൺസിലിംഗിൽ എന്തുകൊണ്ട് പെൺകുട്ടി ഈ കാര്യം പറഞ്ഞില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഈ ചോദ്യം ചെയ്യലിൽ അല്ലെങ്കിൽ ഈ കൗൺസിലിംഗിനിടയിൽ എന്തുകൊണ്ട് പെൺകുട്ടി ഇക്കാര്യം ആവർത്തിച്ചില്ല? ആദ്യം വളരെ ധൈര്യത്തോടു കൂടി സംസാരിച്ചിരുന്ന പെൺകുട്ടിയുടെ പിന്നീട് കാര്യങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. കൗൺസിലിംഗിൽ സംഭവിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഈ കുട്ടി പല ഘട്ടങ്ങളിലും മലക്കം മറിയുന്നു എന്നുള്ളതാണ്. തുടക്കത്തിൽ അതായത് പോലീസ് പിടിക്കപ്പെടുമ്പോൾ ഓരോ ഘട്ടത്തിലും എന്ത് പറയണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ ഇവർ നേരത്തെ തന്നെ പ്രതികളായ ആളുകൾ വരുത്തി വെച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഈ പെൺകുട്ടി ഈ കേസിനെ ഡൈവേർട്ട് ചെയ്യാനായി തുടക്കം മുതൽ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം തൻ്റെ അടുത്ത ബന്ധു കൂടിയായ കൊല്ലപ്പെട്ട ശിവൻകുട്ടി അദ്ദേഹം തന്നോട് മോശമായി പെരുമാറി എന്നുള്ള ഒരു ആ രീതിയിലാണ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലെല്ലാം തന്നെ ഈ പെൺകുട്ടി അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. അതായത് അതിലുള്ളൊരു പക, അതിലുള്ളൊരു ദേഷ്യം തനിക്ക് മുത്തശ്ശനോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ വിവരം, അതായത് ഈ പെൺകുട്ടിയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അച്ഛൻ ഒപ്പമില്ല, അമ്മയുടെ ആദ്യ വിവാഹത്തിലുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒപ്പമില്ലാത്ത അച്ഛന് അല്ലെങ്കിൽ മുത്തശ്ശനോട് വൈരാഗ്യമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കൃത്യമായ അന്വേഷണ സംഘത്തെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ ആ സമയത്ത് അവർക്ക് ആ പെൺകുട്ടിക്ക് ആ മൊഴി കൊണ്ട് പറ്റുകയും ചെയ്തു. അതായത് ഇത്തരത്തിൽ മുത്തശ്ശൻ തന്നോട് മോശമായി പെരുമാറിയതറിഞ്ഞാൽ അച്ഛൻ എത്തി മുത്തശ്ശനെ കൊലപ്പെടുത്തും, അച്ഛൻ അങ്ങനെയുള്ള ഒരാളാണ് എന്നാണ് ഈ കുട്ടി പറഞ്ഞത്. അതിനെ തുടർന്ന് പോലീസ് ആ തുടക്കത്തിൽ, അതായത് ഏറ്റവും പീക്കായിട്ടുള്ള ആ ഒരു അന്വേഷണത്തിന്റെ സമയത്ത് അച്ഛനിലും ഫോക്കസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. അത്ര വിശ്വസനീയമായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. പിന്നീട് അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ഘട്ടത്തിലൊക്കെ തന്നെ ഈ കുട്ടി നിരവധി കളവുകൾ പറയുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടു. ഇത് ആധികാരികമായ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു പരിശോധന ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൗൺസിലിംഗ്, അതായത് CWCയുടെ നേതൃത്വത്തിലുള്ള കൗൺസിലിംഗ് ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ കുട്ടി ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് ഹോമിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ CWCയുടെ നേതൃത്വത്തിലുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളുമൊക്കെ ആരംഭിച്ച ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഈ കൗൺസിലേഴ്സിനോട് ഈ നേരത്തെ ഉന്നയിച്ച ഈ ആരോപണം പറഞ്ഞില്ല എന്നതാണ്. അതായത് അതിൽ നിന്ന് മലക്കം മറിയുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു അബ്യൂസ് അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉള്ളതിൽ നിന്ന് മലക്കം മറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിടിക്കപ്പെടുമെന്ന ഘട്ടത്തിൽ വന്നപ്പോഴാണ് ഇത് തിരുത്തുന്നത് എന്നുള്ളതാണ്. അതായത് തുടക്കം മുതൽ തന്നെ പോലീസിനൊരു അനുമാനമുണ്ട്. കാരണം ഈ ഇങ്ങനെ ഒരു ക്രൈമിൽ അകപ്പെട്ടാൽ അതിൽ നിന്ന് ഏതൊക്കെ വിധത്തിൽ പുറത്തേക്ക് പോകാം. അതായത് ഇവർക്ക് ജുവനൈലാണ്, അതുകൊണ്ട് തന്നെ ഇവർക്ക് എത്രമാത്രം ഈ നിയമപരമായ നടപടികളെ ഫേസ് ചെയ്യേണ്ടത് വരും എന്നോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തിയിട്ടായിരുന്നു ഇവർ ഈ ക്രൈമിലേക്ക് പോയത് എന്നുള്ളതാണ്. അത് അങ്ങനെ, അതായത് ഇവർ ഒരുമിച്ച് ഈ ജുവനൈൽ ആയതുകൊണ്ട് തന്നെ അവർക്കുള്ള അവകാശങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു എന്നതടക്കമുള്ള മൊഴികൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി അത് ഒക്കെ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഈ ഒരു ക്രൈമിലേക്ക് വന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഈ പെൺകുട്ടി പറഞ്ഞ കാര്യത്തിൽ പോലീസിനെ ഡൈവേർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് പോലീസ് തിരികെ യഥാർത്ഥ ഫോക്കസിംഗിലേക്ക് എത്തുകയായിരുന്നു. അതോടൊപ്പം ഇപ്പോൾ നിലവിൽ കൗൺസിലിംഗിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായി അവർ വിലയിരുത്തുന്നത്. എങ്കിൽ പോലും ഇനിയും ആധികാരികമായ ഒരു വിലയിരുത്തലുണ്ട്. ചൈൽഡ് സൈക്കോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഇവരുടെ ഒരു മാനസിക നിലയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു തീരുമാനം കൂടിയുണ്ട്. എന്തായാലും നിലവിലത്തെ സിറ്റുവേഷനിൽ ഈ മുത്തശ്ശനെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ കളവാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് പോകുന്നത്. ഏത് രീതിയിൽ വേണമെങ്കിലും ഇപ്പോൾ, അതായത് ഏറ്റവും വിശ്വസനീയമായ രീതിയിലാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ആ രീതിയിലാണ് ഓരോ കാര്യങ്ങളെയും ഡൈവേർട്ട് ചെയ്യുകയും പറഞ്ഞ് വിശ്വസിപ്പിക്കാനായി ശ്രമിക്കുകയും ചെയ്യുന്നത്. ഒരു ഘട്ടം വരെ നമ്മൾ വിശ്വസിച്ച് പോകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. പക്ഷേ തെളിവുകൾ ഇല്ലാതാകുന്ന ഘട്ടത്തിൽ മാത്രമാണ്, അപ്പോൾ പോലും ഈ തെളിവുകൾ ഇല്ല എന്നുള്ളത് ഈ പെൺകുട്ടിയെ കാണിച്ച് ബോധ്യപ്പെടുത്തുന്ന ഘട്ടത്തിൽ പോലും അംഗീകരിക്കാനായി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം കോൺഫിഡൻസ് നിയമപരമായി
നിയമപരമായി തങ്ങൾക്ക് കിട്ടാവുന്ന ഇളവുകളെ സംബന്ധിച്ച് ഉൾപ്പെടെ ഉള്ള ഒരു സംഘമാണ് ഇങ്ങനെ ഒരു കേസ് ക്രൈം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ വളരെ റയറസ്റ്റ് ആയിട്ടുള്ള ഒരു കേസാണ് ഇതെന്ന് തന്നെ പറയാം. കാരണം ഒരു മർഡർ കേസ് നടത്തുന്നു, അതിന്റെ പ്ലാനിങ്ങും എക്സിക്യൂഷനും എല്ലാം വന്നിരിക്കുന്നത് ഈ ജുവനൈൽ ആയിട്ടുള്ള കുട്ടികൾ, കൗമാരക്കാരായ കുട്ടികളാണ് എന്നുള്ളത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഒരു റയർ കേസാണ് ആലപ്പുഴ കരുവാറ്റയിലേത് എന്ന് പറയാം. ഇപ്പോൾ നിലവിലത്തെ ഒരു സിറ്റുവേഷനിൽ ഈ പെൺകുട്ടി ഉള്ളത് കോഴിക്കോടാണ്. ഒപ്പം തന്നെ 3 ആൺകുട്ടികളുള്ളത് ചേർത്തലയിലെ മായിത്തറയിലെ ഹോമിലാണ് അവരും ഉള്ളത്. ഇവരുടെ ഇനിയിപ്പോൾ സൈക്കോളജിസ്റ്റിനെ 30-ാം തീയതി ശനിയാഴ്ച ഇവരുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. നിലവിൽ 2 പേരെ ഈ കേസിൽ സാക്ഷികളായി പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതായത് ഇവരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ മാർഗമാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. പെൺകുട്ടിയുടെ മൊഴിയിലെ വൈരുദ്ധ്യം അത് തന്നെയാണ് ഏറ്റവും ചോദ്യം ചെയ്യപ്പെടുന്നത്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു റെയർ കേസാണിത്. പ്രത്യേകിച്ച് ഈ നടത്തുന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നതൊക്കെ തന്നെ ജുവനൈലുള്ള കുട്ടികളാണ്. അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ്. അതിനിടയിലാണ് പെൺകുട്ടിയുടെ ഈ ഒരു മലക്കം മറിച്ചിൽ, ഈ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ഉൾപ്പെടെ ചോദ്യം ചെയ്ത് ആദ്യം പറയുന്ന രീതിയിലുള്ള മൊഴികളല്ല ഇപ്പോൾ പറയുന്നത്. അവിടെയാണ് പ്രാഥമികമായി പെൺകുട്ടി കളവ് പറയാണ് എന്നുള്ള രീതിയിലേക്ക് നീങ്ങുന്നത്. സ്വാഭാവികമായിട്ടും കൂടുതൽ ചോദ്യം ചെയ്യലും കൗൺസിലിംഗ് സെഷൻസും ഉൾപ്പെടെ നടത്തേണ്ട ഒരു സാഹചര്യവും കൂടിയുണ്ട്. ശരണ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.